നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ബി.ജെ.പിയുടെ ക്ഷീണത്തിന് ശേഷം നിരന്തരം ബി.ജെ.പിയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് RSS. പല വേദികളിലായി മോഹൻ ഭാഗവത് പലതരത്തിൽ ബി.ജെ.പിയെ വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഭഗവാനാകാനാണ് ചിലരുടെ താല്പര്യം എന്ന തരത്തിൽ മോഹൻ ഭാഗവത് വിമർശിക്കുകയുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാർ, ഇവിടെ ഈ ഒരു വഴുതിപ്പോയ പാർട്ടിയുടെ ഒരു നിയന്ത്രണം അത് തിരിച്ചു പിടിക്കുക എന്നതാണോ മോഹൻ ഭാഗവത് ഈ നിരന്തരമായി ഉയർത്തുന്ന വിമർശനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, മോഹൻ ഭാഗവത് നരേന്ദ്രമോദിയാണ് ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞതെന്നുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. ചിലർ ഭഗവാനാകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയ ഭാഷയിൽ ഒന്ന് ചാമ്പുകയാണ് ചെയ്തത്. നിശ്ചയമായി നരേന്ദ്രമോദി ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് ബി.ജെ.പി. പ്രസിഡന്റ് നദ്ദ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ബി.ജെ.പിക്ക് ഇപ്പോൾ RSSൻ്റെ ആവശ്യമില്ല, ഹം സക്ഷം ഹോങ്കെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്വയം തന്നെ പ്രാപ്തരായി കഴിഞ്ഞു, പര്യാപ്തരായി കഴിഞ്ഞു. അത് വലിയൊരു കോൺഫിഡൻസിൻ്റെ പുറത്തു നിന്നായിരിക്കാം ജെ.പി. നദ്ദ അത് പറയുന്നത്. അത് പറയുന്നതിന് വേറൊരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട്. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് യു.പിയിലൊന്നും RSS പ്രചാരകരുടെ സഹായം വേണ്ടത്ര തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ആ സമയത്ത് അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഈ ജെ.പി. നഡ്ഡ ഈ മറുപടി പറയുന്നത്, ഹം സക്ഷം ഹോങ്കെ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് വായിക്കാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ നിലക്കുള്ള ഒരു റിഫ്റ്റ്, ഒരു സംഘർഷം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, RSSൻ്റെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് അല്ല നരേന്ദ്രമോദി. RSSൻ്റെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയെ പക്ഷേ ആ നിലയിൽ പ്ലേസ് ചെയ്യാൻ ഒരു അവസരം RSSന് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്ന മുറക്ക് അവർ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്കുകളിലൂടെയും ഈ PR ഏജൻസികളുടെ ഹയർ ചെയ്തൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ ഇമേജ് ഉണ്ട്. ഒരു പാൻ ഇന്ത്യൻ ഐക്കണായിട്ട് ഇന്ത്യയിൽ നമുക്കറിയാം. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അങ്ങനെ ഒരു ഐക്കൺ, ഒരു പൊളിറ്റിക്കൽ ഐക്കൺ ഉണ്ടായി വന്നിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. അത് ചുമ്മാ ഉണ്ടായി വന്നല്ല, അദ്ദേഹത്തിൻ്റെ ദീർഘമായിട്ടുള്ള ആസൂത്രണവും തന്ത്രവും പിന്നെ എന്താ ഡെഡിക്കേഷനൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ നിലക്ക് നരേന്ദ്രമോദിയെ റീപ്ലേസ് ചെയ്യാവുന്ന ഒരു പൊസിഷനിലേക്ക് ഗഡ്കരിയെ പ്ലേസ് ചെയ്യാൻ ഒരിക്കലും RSSന് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം, RSS ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയല്ല. പിന്നെ RSSൻ്റെ ഒരു ലീഡർഷിപ്പ്, മോഹൻ ഭാഗവത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വ്യക്തി കേന്ദ്രീകൃതമല്ല. നമ്മുടെ സംഘ സംവിധാനം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. അപ്പം ഈ നരേന്ദ്രമോദി കൾട്ട് എന്ന് പറയുന്നത് RSSന് ആശയപരമായിട്ട് തന്നെ അത്ര യോജിപ്പില്ലാത്ത ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നേതൃ സംസ്കാരമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനോടും RSSന് ആശയപരമായിട്ട് തന്നെ വിയോജിപ്പുണ്ടാവും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എന്നുള്ളതല്ലാതെ അതിലപ്പുറം പ്രയോഗത്തിൽ അതിഭയങ്കരമായ ഒരു RSS BJP ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്താണ് RSSൻ്റെ സംഘടനാ സെക്രട്ടറിയെ പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നു. അത് എന്തോ ഒരു ഭയങ്കര റിഫ്റ്റ് ഉണ്ടാകും എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. RSSനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മുമ്പ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അവസ്ഥ RSSൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഏതൊരു സംഘടനയുടെയും സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യപ്പെട്ട ഏത് മാധ്യമപ്രവർത്തകർക്കും അത് പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ CPMൻ്റെ സെക്രട്ടറി ആരാണ്, അല്ലെങ്കിൽ CPIയുടെ ആരാണ്, അതിനേക്കാൾ ചെറിയ പാർട്ടികളുടെ ചോദിച്ചാൽ പോലും പറയും. പക്ഷേ RSSൻ്റെ കേരളത്തിലെ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർ, ഞാൻ പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പോലും ഒന്ന് പരുങ്ങും. കാരണം അറിയില്ല ആളുകൾക്ക് എന്താണ് ആ പൊസിഷൻ്റെ. പ്രാന്ത സംഘചാലക് എന്നാണ് തോന്നുന്നതിന് പറയാം. പ്രാന്തം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർ ആരാണ്, RSSൻ്റെ ലീഡർ ആരാണ് എന്ന് ചോദിച്ചാൽ പല മാധ്യമപ്രവർത്തകർക്കും അറിയില്ല. കാരണം ഒന്നാമത് ഇവർ വാർത്താ സമ്മേളനം നടത്താറില്ല, പ്രകടനങ്ങൾ നടത്താറില്ല, പൊതുസമ്മേളനങ്ങൾ നടത്താറില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർ നടത്താറില്ലല്ലോ. അപ്പോൾ RSSൻ്റെ മാധ്യമ വാർത്താ സമ്മേളനം, പ്രസ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കമൻറ്റ് ചെയ്യില്ല. അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വിജയദശമി ദിനത്തിൽ ഈ വടിയും പിടിച്ചിട്ടൊരു പരിപാടിയുണ്ട്, പഥസഞ്ചലനം എന്ന് പറയും.
പിന്നെ ഉള്ളത് പിന്നെ ഇവരുടെ എന്താണ് കാര്യകാരി സഭ എന്നോ സദസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചില കലണ്ടർ പ്രോഗ്രാംസ് ഉണ്ടാവും. അതിന് നിശ്ചിത ഇടവേളകളുണ്ടാവും. ആ കലണ്ടർ പ്രോഗ്രാംസിനോടനുബന്ധിച്ച് ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ദത്താത്രേയ ഹൊസബോളെ അങ്ങനെ മാധ്യമങ്ങളെ പലവട്ടം കണ്ടിട്ടുണ്ട്. ഈ അഖില ഭാരതീയ സഭ എന്നൊക്കെ എന്തോ പറഞ്ഞിട്ട് ഗുജറാത്തിൽ ഈടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം മാധ്യമങ്ങളായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്ത് സംസാരിക്കുന്നത് ഈ സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ആയിരിക്കില്ല, ആ സഭയിലുണ്ടായിട്ടുള്ള അവരുടെ താത്വിക വിചാരങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ RSS അവരുടേതായ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അസംഖ്യം ഈ ഫീഡർ ഓർഗനൈസേഷൻ അവർക്കുണ്ട് എല്ലാ മേഖലകളും. ആ ഫീഡർ ഓർഗനൈസേഷനാണ് അവർ ചിലപ്പോൾ പത്രസമ്മേളനം നടത്തുകയോ പത്രക്കുറിപ്പുകൾ ഇറക്കുകയോ അല്ലെങ്കിൽ ഈ മാധ്യമ സമ്പർക്ക പരിപാടികൾ നടത്തുകയോ ചെയ്യും. അതിലൂടെ പ്രവർത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ നോക്കാൻ പ്രചാരകന്മാർ നിശ്ചയിച്ചു കൊടുക്കുന്നു. ഈ പ്രചാരകന്മാർ നിശ്ചയിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള വിവിധ മേഖലകൾ ഇവർ പ്രചാരകന്മാരെ നിശ്ചയിക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അസം, പിന്നെ നാഗാലാൻഡ്, ഈ പ്രദേശങ്ങളൊക്കെ മലയാളികളായിട്ടുള്ള മുഴുസമയ പ്രചാരകർ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അത് അവർ വേറൊരു പ്രവർത്തന രീതിയാണ്, നമ്മുടെ ആധുനിക സംഘടനാ രീതികൾക്ക് അതൊന്നുമില്ല. അപ്പോൾ BJP, എൻ്റെ പോയിൻ്റ് അതാണ്. BJPയിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ അവരുടെ ഒരാളുണ്ടാവും. അതാണ് സംഘടനാ സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ പിൻവലിച്ചു എന്ന് പറയുന്നത്. ഈ സംഘടനാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണാറുണ്ടോ? കാണാറില്ല. മാധ്യമപ്രവർത്തകർക്ക് അറിയുമോ? ഇല്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? RSSൻ്റെ താല്പര്യങ്ങൾ BJPയിൽ നടപ്പിലാക്കുക. അപ്പം BJPയിലെ സെക്കൻഡ് ഇൻ കമാൻഡാണ് കേട്ടോ അത്. പ്രസിഡൻറ്റിനെ നമുക്കറിയാം, BJPയുടെ പ്രസിഡൻ്റ് ആരാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള ഈ സംഘടനാ സെക്രട്ടറി ആർക്കും അറിയില്ല. അദ്ദേഹം അദൃശ്യനായി മാധ്യമങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ RSS BJPയിൽ കാര്യങ്ങൾ അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. മുതിർന്ന ഒരു പ്രചാരകനെ സംഘടനാ സെക്രട്ടറിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു, അദ്ദേഹമാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിലൂടെ അവരുടേതായ ഒരു രീതിയിൽ അവർ കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഘടനാ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ഘടനയാണത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഘടനാ സെക്രട്ടറി മാറ്റി എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ RSS 2 സംസ്ഥാന കമ്മിറ്റികളായി കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മൾ ഈ 2024 സംഭവിച്ചൊരു കാര്യമാണ്. അതിൻ്റെ തീരുമാനം കഴിഞ്ഞ വർഷം തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാന്തങ്ങളാണ് കേരളം. പ്രാന്തം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരപ്രാന്തമുണ്ട്, ദക്ഷിണ പ്രാന്തമുണ്ട്. കൊച്ചിയിൽ നിങ്ങോട്ടും അതെ. ഇങ്ങനെയൊക്കെ ശാഖകളുടെ എണ്ണം, പ്രവർത്തകരുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് അവരെടുക്കുന്നൊരു തീരുമാനമാണ്. നേരത്തെ കാസർഗോഡ് ഈ കാസർഗോഡ് താലൂക്ക് ഉണ്ടല്ലോ, ചന്ദ്രഗിരി പുഴയ്ക്ക് അപ്പുറമുള്ള സ്ഥലം, അത് കേരള പ്രാന്തത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അത് മംഗലാപുരം ഖണ്ഡിൻ്റെ ഭാഗമായിരുന്നു. മംഗലാപുരം ഖണ്ഡ് എന്ന് പറയുമ്പോൾ കർണാടകയിലെ പ്രാന്തത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ചുക്കുവറിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന RSS നേതാക്കന്മാരാണ്. അവർക്ക് ജില്ല തന്നെ 10-30 ജില്ല ഇപ്പം കോഴിക്കോട് മഹാനഗറുണ്ട്, വടകരയുണ്ട്, എനിക്കൊന്ന് താമരശ്ശേരി ഉണ്ടെന്ന് തോന്നുന്നു. ചെങ്ങന്നൂർ ജില്ലയുണ്ട്, ശബരിഗിരി ജില്ലയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജില്ലയുണ്ട്, വിഭാഗമുണ്ട്, ഖണ്ഡമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സംഘടനാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഘടനാ സെക്രട്ടറിയെ പിൻവലിച്ചു എന്നുള്ളതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 തവണ അധികാരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി, അത് ഈ പറഞ്ഞ മാതിരി ഒരു എന്താണ് സർവാധികാരിയായിട്ടുള്ളൊരു നേതാവ്, അതൊക്കെ ഉണ്ടാക്കുന്ന ചില കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ട്, ഐഡിയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ BJP തന്നെ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ RSSനേക്കാൾ കേമന്മാരാണ് എന്ന് തോന്നുന്ന BJP നേതാക്കന്മാരുണ്ട്. അവർ നടത്തുന്ന പ്രസ്താവനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ ഒരു റിഫ്റ്റ് നിശ്ചയമായിട്ടും ഉണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ളൊരു ആഭ്യന്തരമായ മെക്കാനിസം ഈ സംവിധാനത്തിനുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതൊരു ഔട്ട് ഓഫ് കൺട്രോളായിട്ട് പോകും എന്ന് വിചാരിക്കാൻ കഴിയില്ല. നിഷാദ് ദാവ്സർ പറഞ്ഞ പോലെ ആ മെക്കാനിസം തകർന്നു എന്ന് ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കും. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞു, സംഘടനാ സെക്രട്ടറിയെ പിൻവലിക്കുന്നു. അതിലുണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ അവരുടെ തന്നെ പ്രവർത്തകർ ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പം UPയെ സംബന്ധിച്ചും വലിയ തിരിച്ചടി RSSകാരൻ അവിടെ ഉണ്ടായി എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ പല സ്റ്റേറ്റുകളിലും ഈ RSS എതിർത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ഇമേജ്, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ചെറിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ആത്യന്തികമായിട്ട് അവരെ തന്നെയല്ലേ ബാധിക്കുന്നത്? ഇത് RSS അതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പം
RSSന്റെ ഒരു റെലവൻസ് എന്താണ് എന്ന് അവർ വീണ്ടും വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. BJPയുടെ നേതാക്കൾ RSSന് കാര്യമായ റിലവൻസ് ഒന്നുമില്ല, ഞങ്ങളാണ് പണിയെടുക്കുന്നത്, BJPയെ ഞങ്ങൾ മുമ്പത്തേക്കാളും വ്യത്യസ്തമായ ഒരു പാർട്ടിയാക്കി മാറ്റി, മോദി അതിൻ്റെ ഏറ്റവും വലിയ നേതാവായിരിക്കുന്നു, വേറെ സംവിധാനങ്ങളുടെയും സഹായമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം, ഞങ്ങളുടെ മുതലാളി സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ, ഞങ്ങളുടെ ആൾക്കൂട്ടങ്ങൾ ഇത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് BJPക്ക് വന്നു. അങ്ങനല്ല, RSSന്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരു ബാലനാണ് ഇപ്പോഴും BJP. ഞങ്ങൾക്ക് ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്, അതിലൊന്ന് മാത്രമാണ്. അതിന് മേലെ ചിന്തിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഓർമ്മപ്പെടുത്തലുകളാണിത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇത് മോദിക്കെതിരെ പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ എത്രയോ തവണ ഇപ്പം നമ്മളിവിടെ തന്നെ പലകുറി സംസാരിച്ചു കഴിഞ്ഞതാണ് ഈ ഉന്നം വെച്ചുള്ള വർത്തമാനം. അത് മാധ്യമങ്ങളെല്ലാം വാർത്തയാവും, മോദിക്കെതിരെ RSS എന്ന് പറഞ്ഞിട്ട്. എപ്പോഴെങ്കിലും RSSന്റെ ലീഡർഷിപ്പോ മോഹൻ ഭഗവതോ ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം പറയരുത് എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടില്ല. കാരണം അതെങ്ങനെ പ്രവർത്തിക്കണം, ഈ പറയുന്ന കാര്യം എങ്ങനെയാണ് വർക്കാവേണ്ടത്, എങ്ങനെ വിവക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ അവർക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇലക്ഷനകത്ത് ഫെയർ ആയിട്ടുള്ള പ്രചരണം നടന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ മോദിക്കെതിരായി RSS സംസാരിക്കുകയാണെന്നും മോദിക്കും മേലെ സംസാരിക്കാൻ പവർഫുൾ ആയിട്ടുള്ള RSS ഇവിടെ ഉണ്ടെന്നൊരു സന്ദേശം കൊടുക്കലാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ RSSന് ഈ പറയുന്ന ഒരു അന്യതാബോധം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ ക്യാബിനറ്റിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് RSSന്റെ താല്പര്യങ്ങളെ പൂർണ്ണമായും പരിഗണിച്ചില്ല. മോദി അമിത്ഷായും അവരുടെ കംഫർട്ട് ലെവൽ നോക്കിയിട്ട് ആളുകളെ നിയമിച്ചത് എന്നൊരു വാർത്ത ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒന്നാണ്. അപ്പോൾ RSSന് ഒരു പൂർണ്ണ നിയന്ത്രണം ക്യാബിനറ്റ് ഫോർമേഷനിൽ ഉണ്ടാവുന്നില്ല എന്ന പ്രശ്നമുണ്ട്. രണ്ടാമത്തത് RSS ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നടത്താൻ ശേഷിയുണ്ടെന്ന് JP നദ്ദ തുറന്നു പറയുന്നു. ഒപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടല്ല മോദി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിനേക്കാൾ മുകളിൽ മോദി കയറി നിൽക്കുകയാണ്. അവരെപ്പോഴും സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നത് മോദിക്ക് 400 സീറ്റ് തരൂ, മോദിക്ക് ഭരണത്തുടർച്ച തരൂ, മോദിക്ക് വിശ്രമമില്ല, മോദി ഒരിക്കലും മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് മാറാൻ പോകുന്നില്ല, അദ്ദേഹം ഈ രാജ്യത്തെ ഇനിയും 1000 വർഷത്തേക്ക് പ്രാപ്തമാക്കാൻ പോവുകയാണ്. മോദി കാ പരിവാർ എന്ന വാക്കിനുള്ള എല്ലാവരും അവരുടെ ട്വിറ്റർ ഹാൻഡിലെ പേര് മാറ്റി മോദി കാ പരിവാർ. ഇത് മോദിയുടെ കുടുംബം, ഇത് ഹിന്ദു കുടുംബമാണെന്നോ ഹിന്ദുത്വത്തിന്റെ കുടുംബമാണെന്നോ സംഘത്തിന്റെ കുടുംബമാണെന്നോ അല്ല. അപ്പോൾ സംഘം നോക്കുമ്പോൾ സംഘം മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് മേലെ ഒരു വ്യക്തിയെ അവർ പ്രതിഷ്ഠിക്കുകയാണ്. ആ വ്യക്തി താൻ ദൈവമാണെന്നും താൻ ഈ പറയുന്ന ദൈവികമായി സൃഷ്ടിക്കപ്പെട്ട ആളാണെന്നും പറഞ്ഞു എന്ന് വെച്ചാൽ ഹിന്ദുത്വം എന്ന ഐഡിയോളജിയെ അപ്രസക്തമാക്കുന്നു മോദി എന്ന പ്രശ്നം അവർക്കുണ്ട്. 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അവർ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ പടർച്ചയും അതിൻ്റെ ഒരു സർവാധികാരവും അവർ സ്വപ്നം കാണുമ്പോൾ മോദിയുടെ കീഴിൽ അത് കുറച്ച് ദുർബലപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, ഒരു സാധ്യതയായി പ്രയോജനപ്പെടുത്തി അവർ മോദിയെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നു. ആത്യന്തികമായി ഇത് ഏതെങ്കിലും തരത്തിൽ BJPയെ മോദിയും തമ്മിൽ അല്ല RSSും തമ്മിലുള്ള ഒരു റിഫ്റ്റായിട്ട് വർക്ക് ചെയ്യും, മോദിയെ നീക്കും എന്നൊന്നും പറയാൻ വയ്യ. അധ്യക്ഷ സ്ഥാനത്തേക്ക് RSSനൊരു RSSന് സേ ഉണ്ടെങ്കിലും അത്ര എളുപ്പമല്ല. കാരണം നമ്മളിപ്പോൾ ഈ RSSന്റെ പരമ്പരാഗതമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മാത്രമല്ല ഇത്രയും ശക്തമായി BJP ഈ രാജ്യത്ത് വളർന്നു വരികയും മോദി 2 തവണ അധികാരത്തിൽ എത്തുകയും ചെയ്തത്. അതിനകത്ത് മോദിയുടെ കളിയുണ്ട്. 3 തവണ. മൂന്നാമത്തെ തവണ ഒരു കുറച്ച് സുശക്തമായിട്ടല്ലോ, 2 തവണ മോസ്റ്റ് പവർഫുൾ ആയി വന്നു. ആ വരുന്നതിന് പിന്നിൽ ഹിന്ദുത്വത്തിന്റെ വേര് രാജ്യത്താകെ പടർത്തുന്നതിന് പിന്നിൽ മോദിയുടെ പണിയുണ്ട്, മോദിയുടെ അമിത്ഷായുടെയും കൃത്യമായിട്ടുള്ള പണിയുണ്ട്. അതിന് അദാനി കൊടുത്ത പൈസയുണ്ട്, അവർ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത സോഷ്യൽ മീഡിയയും അവരുണ്ടാക്കിയിട്ടുള്ള ഒരു പലതരത്തിലുള്ള സാമൂഹ്യ അന്തരീക്ഷമൊക്കെ ഘടകമാണ്. അതിൻ്റെ കൂടെ RSS ഓഫ് കോഴ്സ് അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം മോദിയാണ് ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് മോദിക്ക് ഈ പവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മോദിയോട് നേരിട്ട് മുട്ടി മോദിയെ അങ്ങോട്ട് മാറ്റിക്കളയാം എന്ന് വെച്ചാൽ അത് അടിയിന്നിളകും, അവർക്കറിയാം. അതുകൊണ്ട് അവർ മോദിയെ നിലനിർത്തിക്കൊണ്ട് മോദിയെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ദാവൂസായി നേരത്തെ പറഞ്ഞില്ലേ, RSSന്റെ എപ്പോഴത്തെയും വലിയ ഓപ്ഷൻ നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി ചിത്പാവൻ ബ്രാഹ്മണാണ്. ബ്രാഹ്മണർ എന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ തലപ്പത്ത് ഉണ്ടാവണമെന്നും ബ്രാഹ്മണിക് സംഗതികൾക്ക് ഒരു എപ്പോഴും ഒരു റിലവൻസ് ഉണ്ടാവണമെന്നും RSS ആഗ്രഹിക്കുന്നു. അങ്ങനെ RSS ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വത്തിൻ്റെ ക്ഷേത്രമായ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ ഏറ്റവും മുന്നിൽ കയറി നിൽക്കുന്നത്. അത് RSSന് അത്ര സൂഹിക്കണമെന്നില്ല. അത് ബ്രാഹ്മണ്യം നിർവഹിക്കേണ്ട ഒരു വലിയ കടമയും ഒരു സംഗതിയാണ്. അവിടെ എല്ലായിടത്തും മോദി കയറി നിൽക്കുക. വിശ്വാസത്തിൻ്റെ തലപ്പത്ത്, ഭരണത്തിൻ്റെ തലപ്പത്ത്, സംഘടനയുടെ തലപ്പത്ത് എല്ലായിടത്തും ആവുകയും നാളെ സംഘടനയ്ക്ക് ഒരു റോൾ ഇല്ലാതെ വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ പിടിമുറുക്കാൻ RSS വളരെ സ്ലൈറ്റായി ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പരിധി കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പോയി കഴിഞ്ഞാൽ ഈ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുമ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഈ ഹിന്ദുത്വ പൊളിറ്റീക്സിൽ ഉണ്ടാക്കുകയോ സ്വയം ദുർബലപ്പെടുകയോ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് 100ാം വാർഷിക സമയത്തും ഇവിടെ ഒരു BJP ലെഡ് സർക്കാർ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ഈ കാണുന്നതാണ്. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പിനകത്ത് ഫെയർ ആയിട്ടുള്ള സംസാരവും പ്രവർത്തനവും ഉണ്ടായില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിമർശിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ RSSന് വിമർശിക്കണമെന്നില്ല.
അപ്പോൾ തെരഞ്ഞെടുപ്പ് അപ്പോൾ അത് ബുദ്ധിമുട്ടിക്കരുന്ന ആഗ്രഹമുണ്ട്. വന്നു കഴിഞ്ഞിട്ട് അത് പറയാണ്. സോ അത്ര ഉണ്ടാവുള്ളത്. ഇനിയും ഇത്തരം കുത്തുവാക്കുകൾ കേൾക്കാം. പക്ഷെ അതിന് വലിയ ഒരു തുടർച്ചയുടെ പ്രായോഗിക സ്വഭാവത്തിലുള്ള നമ്മളിവിടെ കാണുന്ന പോലെ പൊട്ടിത്തെറിയിലേക്കൊന്നും ഒരിക്കലും പോകാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ സ്വഭാവം അങ്ങനത്തേതാണ്. നമുക്കൊരു തരത്തിലും പാർട്ടിയെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.